നമസ്കാരം. സായി ബ്രോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ TV ചാനൽ തുറന്നു നോക്കിയാലും യൂട്യൂബ് തുറന്ന് നോക്കിയാലും ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് നമുക്ക് മുന്നിൽ കാണുന്നത്. എനിക്ക് പിന്നിൽ ഈ കാണുന്ന ഈ ഒരു ദൃശ്യങ്ങളുണ്ടല്ലോ, വെറും 24 വയസ്സുള്ള അഫാൻ എന്ന് പറയുന്ന തിരുവനന്തപുരം സ്വദേശി തൻ്റെ കുടുംബത്തിലെ 6ഓളം പേരെ ക്രൂരമായി ആക്രമിച്ച് അതിൽ 5 പേരും നിഷ്ഠൂരമായി മരണപ്പെട്ടിരിക്കുന്നു എന്ന വിവരമാണ് ഇന്നലെയായിട്ട് നമ്മുടെ ഈ ഒരു സാമൂഹിക മാധ്യമങ്ങളിൽ കൂടി പുറത്തു വരുന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു കാര്യം. നമ്മളിതിൻ്റെ പിന്നാമ്പുറങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഓരോ കുടുംബത്തിലും അഫാന്മാരുടെ എണ്ണം കൂടി വരികയാണ്. നമ്മൾ അറിഞ്ഞില്ല എങ്കിൽ നമ്മളെ നശിപ്പിക്കുന്ന ആളുകളായി അവർ തീരാം. നിങ്ങളുടെ കുടുംബത്തിലെ ആളുകളെക്കുറിച്ച് കൂടുതൽ അറിയുക, അവരെ പഠിക്കില്ലെങ്കിൽ നിങ്ങൾക്കും ഗതി മറ്റൊന്നാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഏത് സമയത്താണ് നിങ്ങൾ ആക്രമിക്കപ്പെടും എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കരുതിയിരുന്നുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ? പക്ഷെ നമ്മളങ്ങനെ ജീവിച്ചു പോകേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വേറൊന്നുമല്ല, കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ വ്യത്യാസമുള്ള രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നല്ല, മാറി. നമ്മളൊക്കെ ഇനി ജീവിക്കുമ്പോൾ എപ്പോഴാണ് ഒരാൾ വന്ന് നമ്മുടെ തലയ്ക്കടിച്ച് പൈസ എടുത്ത് അല്ലെങ്കിൽ പണം, നമ്മുടെ സമ്പത്തെല്ലാം കൊള്ളയടിച്ചു പോവുക, അല്ലെങ്കിൽ ആ കൊള്ളയടിക്കുന്ന വ്യക്തി നമ്മുടെ സ്വന്തം മകനോ അനിയനോ ചേട്ടനോ അങ്ങനെയുള്ള ആളുകളാവും എന്ന ഒരു രീതിയിലേക്ക് കേരളം മാറിയിരിക്കുകയാണ്. കണ്ണിന് കൃഷ്ണമണി പോലെ സംരക്ഷിക്കപ്പെടേണ്ട ഒരു കൊച്ചനിയനെ നിഷ്ഠൂരമായിട്ട് കൊന്നുകളയാൻ എത്രത്തോളമാണ് ഈ മലയാളി എത്രത്തോളം ക്രൂരനായി മാറുന്നു എന്നതിന് തെളിവാണ് ഈ ഒരു അഫാൻ്റെ കൂട്ടക്കൊല. അദ്ദേഹം ചെയ്തിരിക്കുന്ന കൂട്ടക്കൊലകൾക്ക് 5 കൊലകളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. നമ്മളിന്ന് കേരള സമൂഹത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് 6 പേരുണ്ടായിരുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ ഉമ്മയ്ക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. തീർച്ചയായിട്ടും അവർ രക്ഷപ്പെടട്ടെ, ആ പ്രാർത്ഥന മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇത്തരത്തിലൊരു കുടുംബത്തിലെ സ്വന്തക്കാരും ബന്ധുക്കാരുമായിട്ടുള്ള 6ഓളം പേരെ, 5 പേരെ ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഉമ്മ ഇപ്പോൾ അതിനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. അവർ മടങ്ങി വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും അത്രത്തോളം മനുഷ്യനെ ഇത്ര മൃഗമാക്കി തീർക്കാൻ എങ്ങനെയാണ് കഴിയുന്നത് എന്ന ചോദ്യമാണ് ഇന്ന് കേരള സമൂഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഉത്തരവാദി നമ്മളൊക്കെ തന്നെയാണ്, നമ്മൾ ഉൾപ്പെടുന്ന ഈ സമൂഹം തന്നെയാണ്. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ഒരു ഇടുങ്ങിയ ചിന്താഗതികൾക്കപ്പുറത്തേക്ക് നമ്മൾ ഒന്നിനെയും സ്നേഹിക്കുന്നില്ല. ഒരു ഫാമിലി ആണെങ്കിൽ ആ ഒരു ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് മാറിയത് കൊണ്ട് തന്നെ അതിനപ്പുറത്തേക്കുള്ള ആരുമായിട്ടും കോണ്ടാക്റ്റ് ഇല്ല. അവരെല്ലാം ശത്രുതാമനോപമായിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ന് കേരളത്തിൻ്റെ ഈ ഫാമിലി സെറ്റപ്പ് എന്ന് പറയുന്നത്. പരസ്പരം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒട്ടും സ്വീകാര്യമല്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തിനപ്പുറത്തേക്ക് നമ്മുടെ ഇടയിലേക്ക് കയറി വരുന്ന ചില ചിന്തകളെ നമുക്ക് മറ്റുള്ള ആളുകളിലേക്ക് എങ്ങനെ അത് പറയാം, അല്ലെങ്കിൽ നമുക്ക് വരുന്ന പ്രശ്നങ്ങളെ നമ്മൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് അതിനെ ലഘൂകരിക്കാൻ കഴിയും എന്നുള്ളതൊരു സത്യമാണ്. പക്ഷേ അത്തരത്തിൽ ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെയൊക്കെ അത്തരത്തിലുള്ള ഒരു സമീപനം മാറിക്കൊണ്ട് നമ്മൾ ചുരുങ്ങുകയാണ് നമ്മളിലേക്ക്. ഒരു മൊബൈലും ഒരു നമ്മളും മാത്രമായിട്ട് ഇന്ന് കേരള സമൂഹത്തിലെ ഓരോ വ്യക്തിയും ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് വലിപ്പച്ചെറുപ്പമില്ല, ന്യൂജനില്ല, ഓൾഡ് ജനില്ല. ആ ഒരു കാലഘട്ടത്തിൽ ഇത്തരം പ്രക്രിയകൾ, ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പോലീസ് അന്തം വിട്ട് നോക്കി നിൽക്കുന്നു. കാരണം ഇത്തരത്തിലുള്ള ക്രൈം കേരളത്തിന് ആദ്യമായിട്ടാണ്. 6 പേരെയൊക്കെ ഒരേ സമയത്ത് ഒരു സ്ഥലത്ത് നിന്നും യാത്ര ചെയ്ത് അവിടെ പോയി കൊന്ന് തിരിച്ചു വന്ന് വീണ്ടും വീട്ടിൽ വന്ന് കൊല്ലുന്ന ഒരു രീതി, ഇത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ചിന്തിക്കുമ്പോൾ ലഹരിയാണ്, നമുക്കെല്ലാം ലഹരിയാണ്. ആ ലഹരി തന്നെയാണ് ഇന്നത്തെ യുവതലമുറയുടെ ഈ ഒരു മൈൻഡ് സെറ്റ് മാറ്റിക്കൊണ്ട്, അവരുടെ ജീവിത രീതി മാറ്റിക്കൊണ്ട് അവരെ തന്നെ സ്വയം കവർന്നെടുക്കുന്ന
വില്ലനായിക്കൊണ്ട് അവരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. തടയാൻ പറ്റുമായിരിക്കും, പക്ഷേ എത്ര ആളുകൾ അതിനെ തടയുന്നുണ്ട്? സ്വന്തം മകൻ്റെ കാര്യത്തിൽ ഇടപെടുന്ന എത്ര അച്ഛന്മാരുണ്ട്, ഉപ്പമാരുണ്ട്? അതിനെ അന്വേഷിച്ചു പോകുന്ന എത്ര ആളുകളുണ്ട് ഇന്നത്തെ സമൂഹത്തിൽ? പണം മാത്രം കൊടുത്തുകൊണ്ട് അവരെന്തു ചെയ്യുന്നു? അവരുടെ മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടാണ്ട് മാറി നോക്കി നിൽക്കുന്ന ആളുകളാണ് പാരൻസ് ഇന്ന്. കാരണം സൊസൈറ്റി അങ്ങനെ മാറി, പണ്ടത്തെ രീതിയല്ല, സൊസൈറ്റി മാറ്റം വന്നു. അപ്പം ഞാൻ എന്തിനാണ് എൻ്റെ മകനെ അത്തരത്തിൽ എന്താ പറയുക അവൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ജീവിക്കുന്നതെന്ന് ഓരോ മാതാവും പിതാവും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാലം. ആ കാലം ശരിക്കും പറഞ്ഞാൽ ഭീകരമായിട്ടുള്ളൊരു കാലം തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ മകൻ്റെയോ മകളുടെയോ കാര്യത്തിൽ ഇടപെടുക തന്നെ വേണം. അവരെന്ത് ചെയ്യുന്നു, ലഹരി ഉപയോഗിക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ വെറും പണം നൽകുക മാത്രമല്ല, ആ പണത്തിനപ്പുറം അവൻ്റെ വിദ്യാഭ്യാസവും അവൻ്റെ സ്വഭാവ രൂപീകരണവുമൊക്കെ നിങ്ങൾ തന്നെ സ്വയം അവനിലൂടെ വളർത്തിയെടുക്കേണ്ടതാണ്. ആ ഒരു സംഗതിയാണ് ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം അഫാന്മാർ നമ്മുടെ സമൂഹത്തിൽ വളർന്നുകൊണ്ട്. ഇനി അഫാൻ എത്ര കാലം ഈ ഭൂമിയിൽ ജീവിക്കേണ്ടി വരും? ഈ ഒരു ദുഃഖവും ദുരിതവും അദ്ദേഹത്തിൻ്റെ ആ ഒരു മാനസികാവസ്ഥ, ഇനി എല്ലാ സമയവും ആ ഒരു മാനസികാവസ്ഥയിൽ അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റില്ലല്ലോ. മാനസാന്തരങ്ങൾ ഉണ്ടാവും. അദ്ദേഹം ചെറുപ്പമാണ്, 24 വയസ്സുള്ളൊരു വ്യക്തി, എത്രയോ വർഷം ഭൂമിയിൽ ജീവിക്കാൻ അർഹതപ്പെട്ടിട്ടുള്ളൊരു വ്യക്തി സ്വന്തം കുഴി തോണ്ടിക്കൊണ്ട് അതിലേക്ക് ചാടി. ലഹരിയാണ് കാരണമെന്ന് പറയപ്പെടുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത്ര മാത്രമാണ്. എവിടെ നിന്നാണ് ലഹരിയുടെ വഴികൾ സ്വന്തം മകനിലേക്കായാലും മകളിലേക്കായാലും എത്തപ്പെടുന്നത് എന്ന് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. വെറുതെ അങ്ങ് വിട്ടുകൊടുക്കുകയല്ല, ചേർത്ത് പിടിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ വരും തലമുറയെ അവരുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ഏക പോംവഴി പാരൻസ് തന്നെയാണ്. അവരെ മനസ്സിലാക്കുക. ഈ ഒരു കാലഘട്ടത്തിൽ രാത്രിയിൽ യാത്ര ചെയ്യുന്ന കുറേയധികം യങ്സ്റ്റേഴ്സിനെ ഞാൻ കാണാറുണ്ട് റോഡരികിൽ. ഒരു 2 മണിക്കൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റോഡ് സൈഡ് ബൈക്കും ചേർത്തി നിൽക്കുന്ന കുറേയധികം കൂട്ടങ്ങളെ കാണാറുണ്ട്. എല്ലാവരും ലഹരി ഉപയോഗിക്കുക എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇവരെല്ലാം ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ചെറുപ്പത്തിൽ ആ ഒരു സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ വീട്ടിൽ പിന്നെ കയറ്റില്ല. ഇന്ന് അതൊന്നുമല്ല. എന്തോ ആയിക്കൊള്ളട്ടെ എന്ന് മാതാപിതാക്കൾ ഇങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ തീരുമാനത്തിനെ മാറ്റാനായിട്ട് നിങ്ങൾക്ക് മാത്രമേ കഴിയൂ, വേറെ ആർക്കും കഴിയില്ല. അതുകൊണ്ട് വരും തലമുറയെ നല്ല രീതിയിൽ നയിക്കാൻ മാതാപിതാക്കൾ ഇടപെടണം. പോലീസിന് അതിൻ്റേതായ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ കുട്ടികളുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് നോക്കിക്കണ്ട് അതിനെ തിരുത്താൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ അഫാന്മാർ ഇനിയും ഈ ഒരു കേരളത്തിൽ ഉടലെടുത്തുകൊണ്ടിരിക്കും. നമുക്കൊരിക്കലും തടയാൻ പറ്റാത്ത രീതിയിൽ അവരിവിടെ നടമാടി നമ്മുടെയൊക്കെ ഹൃദയം വലിച്ചു കീറി ഇനിയും ഈ ഒരു കേരള സമൂഹത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് സൂക്ഷിക്കുക സുഹൃത്തുക്കളെ, നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക. ലഹരി എന്നത് വെറുമൊരു വാക്കല്ല, മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കുന്ന ഒരു ചെകുത്താനാണെന്ന് തിരിച്ചറിയുന്നിടത്ത് നിങ്ങൾ ആ ഒരു ബന്ധനം തീർക്കേണ്ടത് തന്നെയാണ്. നിങ്ങൾക്കാവും നിങ്ങളുടെ കുട്ടികൾ എന്തു ചെയ്യുന്നു എന്ന് തീരുമാനിക്കാനും അവരെ സംരക്ഷിക്കാനും നിങ്ങൾക്കാവും. ആ ഒരു പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോവുക. ഇനിയും ഇവിടെ അഫാന്മാർ ഇല്ലായ്മ ചെയ്യാനുള്ള പ്രവർത്തനത്തിലേക്ക് ഇവിടെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന പ്രാർത്ഥന മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ബൈ.